ചാനലിൽ കൂടെ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത്. ഈ വാഹനം നമുക്കിന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള വാഹനമാണ്. നമുക്ക് പത്തനാപുരത്താണ് ഈ വാഹനം കാണിക്കേണ്ടത്. 2020 മോഡൽ ബജാജിൻ്റെ മാക്സിമോ എന്ന് പറയുന്ന വാഹനമാണ്. 2020 മോഡൽ BS6 വാഹനമാണ്. നമ്മുടെ ചാനലിൽ കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഫുള്ളൊന്ന് കാണാനും ശ്രമിക്കുക. നമ്മുടെ വീഡിയോയുടെ എൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ബജാജിൻ്റെ മാക്സിമോ എന്ന് പറയുന്ന വാഹനമാണ്. 2020 മോഡൽ BS6 വാഹനമാണ് നമുക്കിന്ന് ടെസ്റ്റ് വർക്കിന് കാണിക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുന്നിക്കോടാണ്. കുന്നിക്കോട് നിന്ന് ഇനി പത്തനാപുരത്തോട്ടാണ് പോകുന്നത്. പത്തനാപുരത്താണ് ഈ വാഹനം ടെസ്റ്റിന് കാണിക്കേണ്ടത്. ഞാൻ ഇറങ്ങിയേക്കുന്ന BS6 വാഹനങ്ങളെല്ലാം ഓടിച്ചിട്ടുണ്ട്. ഈ BS6 വാഹനങ്ങൾ മൊത്തം കംപ്ലൈൻ്റ് ആണ്. നമ്മുടെ ഒരു നോർമലി BS4 വരെ ഉള്ള വണ്ടികളുടെ അത്രയും പവർ കിട്ടത്തില്ല, അതുപോലെ തന്നെ മൈലേജും കിട്ടത്തില്ല. ഈ വാഹനം BS6 വാഹനങ്ങൾ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് BS6 വാഹനം ആരും എടുക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. വാഹനങ്ങളുമാണ് നമുക്കിന്ന് ടെസ്റ്റ് വർക്കിന് കാണിക്കേണ്ട. ബജാജിൻ്റെ മാക്സിമയും അതുപോലെ തന്നെ 2012 മോഡൽ പിയാജിയുടെ ആപ്പ എന്ന് പറയുന്ന വാഹനം. അങ്ങനെ 2 വാഹനങ്ങളാണ് ഇന്ന് കാണിക്കേണ്ടത്. ചാനലിൽ കൂടെ കൂടുതലും വാഹന സംബന്ധമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ചാനലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളിന്ന് കൊണ്ടുവന്ന 2 വാഹനവും ടെസ്റ്റിന് പാസ്സായിട്ടുണ്ട്. അങ്ങനെ ക്ലിയറായി തിരിച്ച് കുന്നിക്കോടോട്ട് വിടുവാണ്. നിങ്ങൾ ഓട്ടോറിക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ BS6 വാഹനങ്ങൾ എടുക്കരുത്. കാരണം അത് പല രീതിയിൽ കംപ്ലൈൻ്റ് ആണ്. അവർ പറയുന്ന മൈലേജ് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ ഒരു പവറോ അതുപോലെ തന്നെ ഒരു തേരി കയറാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു വണ്ടിയാണ് BS6 വാഹനങ്ങൾ. അത് എല്ലാ വാഹനവും എന്ന് പറയുന്നില്ല, ഓട്ടോറിക്ഷയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഓട്ടോറിക്ഷ BS6 വാഹനങ്ങൾ മൊത്തം കംപ്ലൈൻ്റ് ആണ്.